ഹായ് അസ്സലാമു അലൈക്കും. വീട്ടിൽ ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ കുട്ടികൾ കഴിക്കാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും പാത്രം കാലിയാകുന്നതറിയില്ല. കൂടാതെ ലഞ്ച് ബോക്സിലും ഇത് റെഡിയാക്കി കൊടുക്കട്ടെ. സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരിയാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ചപ്പാത്തിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഞാനിതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ന്യൂഡിൽസ് മസാല. ഇത് ഒരു പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചപ്പാത്തിയിലെ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി മുരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അല്പസമയം കൂടി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.